ഈ ഓണക്കാല അവധി ദിവസങ്ങളിൽ ആരൊക്കെ കൈ തുറന്ന് നിവർത്തിവെച്ച് പുസ്തകം വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്രങ്ങൾ പോലും വായിച്ചിട്ടുണ്ടാവും. എല്ലാ വായനയും എല്ലാ കാഴ്ചയും മൊബൈൽ ഫോണിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായനാശീലം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ മഹാബലിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ വർഷവും ഓണത്തിന് പാതാളത്തിൽ നിന്ന് മഹാബലി പ്രേക്ഷകരെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ, പാതാളത്തിൽ നിന്ന് വീഡിയോ കോൾ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന തലമുറ കൂടിയുണ്ട് ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ 75 വർഷം പൂർത്തിയാക്കിയ കണ്ടാണശ്ശേരി, തൃശ്ശൂർ കണ്ടാണശ്ശേരിയിലെ ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ഇക്കാലത്തെ മൊത്തം പ്രവർത്തന രീതികളെക്കുറിച്ചും അതിൻ്റെ 75ാം വാർഷികത്തെക്കുറിച്ചും ആഘോഷിക്കുമ്പോൾ വായനാശീലത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടി വരും. കണ്ടാണശ്ശേരി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ആ ഇടം എന്ന് പറയുന്നത് വലിയ എഴുത്തുകാരനായ കോവലൻ്റെ കൂടി നാടാണ്. തോറ്റങ്ങളടക്കമുള്ള എഴുതിയിട്ടുള്ള കോവലൻ്റെ കൂടി ഇടമാണ്. അവിടെയുള്ള കണ്ടാണശ്ശേരിയിലെ ഗ്രാമീണ വായന കലാസമിതിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. മലയാള സാഹിത്യത്തിൽ തട്ടകപ്പെരുമയിലൂടെ അവിസ്മരണീയനായ കോവിലനും ഡോക്ടർ രാഘവൻ വെട്ടത്തും ബി യു ശങ്കരൻകുട്ടി മാസ്റ്ററും കെ കെ കേശവനും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഒരു മരത്തിന്റെ അലമാരയും നാട്ടിലെ പലരിൽ നിന്നായി ശേഖരിച്ച പുസ്തകങ്ങളുമായിരുന്നു വായനശാലയുടെ പ്രാരംഭഘട്ടത്തിലുണ്ടായിരുന്നത്. സാഹിത്യ സമാജ പ്രവർത്തനമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. 1950കളിൽ കണ്ണാറശ്ശേരിയിലെ പുത്തൻകുളത്തിനടുത്തുള്ള വാടകമുറിയിലേക്ക് വായനശാല മാറ്റി സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് 1952ൽ വായനശാലയുടെ ഭാഗമായി കലാസമിതിയും നിലവിൽ വന്നു. ചൊവ്വാലൂർ കൃഷ്ണൻകുട്ടി, ചലച്ചിത്ര സംവിധായകൻ പവിത്രൻ തുടങ്ങിയവരായിരുന്നു ആദ്യകാലത്ത് കലാസമിതിയുടെ സംഘാടകർ. ആ കാലത്ത് തന്നെ ജില്ലയിൽ അറിയപ്പെടുന്ന നാടക സംഘവും കലാസമിതിക്ക് കീഴിലുണ്ടായിരുന്നു. നടി ഫിലോമിന അടക്കം കലാസമിതിയുടെ നാടകത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. 1970ലാണ് വായനശാല ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. ഒറ്റപ്പാലം MP ആയിരുന്ന S അജയകുമാറിന്റെ MP ഫണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ട് 2000ൽ പുതിയ കെട്ടിടം നിലവിൽ വന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. നിലവിൽ റഫറൻസ് ഗ്രന്ഥങ്ങളടക്കം 17,000ഓളം പുസ്തകങ്ങളാണ് വായനശാലയിലുള്ളത്. 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ, ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, നാടകം തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും. ചലച്ചിത്ര താരം ഇർഷാദ് അലി, ജ്യോതി ലബോറട്ടറി സ്ഥാപകൻ MP രാമചന്ദ്രൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TK വാസു, ചലച്ചിത്ര നിരൂപകൻ MC രാജ്നാരായണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ നിരവധി പരിപാടികളായി സംബന്ധിക്കും. കേരള ന്യൂസ്, തൃശൂർ.